ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേ സിറ്റി സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരു മെഴുക്കുവരട്ടി. ചക്കക്കുരു നാളികേര കൊത്തും കൂടി ഇട്ട് വെച്ച മെഴുക്കുവരട്ടി. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ചക്കക്കുരു പുറത്തെ വൈറ്റ് തൊലി കളഞ്ഞ് വാഷ് ചെയ്തതിന് ശേഷം നീളത്തിൽ 4 കട്ട് ചെയ്തത് 2 കപ്പ്, നാളികേരത്തിൻ്റെ കൊത്ത് 1/2 കപ്പ്, ചെറിയ ഉള്ളി ചതച്ചത് 20 എണ്ണം, വെളുത്തുള്ളി ചതച്ചത് 10 അല്ലി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, വറ്റൽമുളക് ചതച്ചത് 2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, കറിവേപ്പില 2 തണ്ട്, വെളിച്ചെണ്ണ 1/2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം 2 കപ്പ്. ഒരു മൺചട്ടിയിലോട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു, എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയിൽ നിന്നും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചക്കക്കുരു മുങ്ങിക്കിടക്കാൻ ആവശ്യമുള്ള വെള്ളം, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാളികേരക്കൊത്ത് എന്നിവയെല്ലാം കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 10 മിനിറ്റോളം വേവിക്കുക. ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ചക്കക്കുരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ടിപ്പോൾ. ഇതിലോട്ടിനി ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് ഒന്നുകൂടി വേവിക്കുക. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ചക്കക്കുരുവിൻ്റെ വെള്ളം കുറച്ചുകൂടി വറ്റാനുണ്ട്. ഇനി നമുക്ക് ചക്കക്കുരു തുറന്നു വെച്ച് വേവിച്ച് വെള്ളം വറ്റിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. മെഴുക്ക് പുരട്ടുമ്പോൾ ഇത് വറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് ചക്കക്കുരു മെഴുക്ക് പുരട്ടാം. ഇതിനു വേണ്ടി ഒരു സ്കില്ലറ്റിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. ഇത് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് വഴറ്റുക. ഉള്ളി ഒന്ന് വാടിക്കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 തണ്ട് കറിവേപ്പില കൂടിയിട്ട് വഴറ്റുക. ഉള്ളി കുറെ ബ്രൗൺ കളർ ആകണ്ട, നന്നായിട്ട് വഴന്നാൽ മതി. ഇപ്പോൾ ഈ ഉള്ളി നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഫ്ലെയിം ലോയിൽ വച്ചതിന് ശേഷം ബാക്കിയുള്ള മഞ്ഞൾപ്പൊടി, ചതച്ച വറ്റൽമുളക്,
കാശ്മീരി മുളക് പൊടി, ഗരം മസാല എന്നിവയിട്ട് വഴറ്റുക. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിന് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ മസാലപ്പൊടികളെല്ലാം നിങ്ങൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ മസാലപ്പൊടികളുടെ പച്ചമണം എല്ലാം മാറി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ചക്കക്കുരു ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മസാല നന്നായിട്ടിപ്പോൾ ചക്കക്കുരുവിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. സാവധാനം ഇരുന്ന് 5 മിനിറ്റോളം കുക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ചക്കക്കുരു അടിക്ക് പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി സെർവ് ചെയ്യുക. നമ്മുടെ വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ചക്കക്കുരു മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.